നമ്മൾ ലൊക്കേഷനിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഹോം ടൂർ. ഞാൻ നേരത്തെ കട്ടാക്കിയിട്ട് ഒന്നും കൂടി തുടങ്ങിയിട്ടുണ്ട്. റിസോർട്ടിന് സൈഡിൽ തന്നെയുള്ളൊരു സംഭവമാണ്. ഇവിടെ ഒരു ഉണ്ടോ കുറേ ദിവസമായി ഞങ്ങളൊരു ട്രിപ്പിന് പോയിട്ട് എല്ലാവർക്കും ഒരു റിഫ്രഷ്മെൻറ്റ് അത്യാവശ്യം വീട്ടിൽ തുടങ്ങി. എന്നാൽ ഇപ്രാവശ്യം അത്ര ലോങ് ഡിസ്റ്റൻസ് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. Airbnb ആപ്പ് വഴി നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം നോക്കി ഞാൻ അത്ര ദൂരം അല്ലാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് ബുക്ക് ചെയ്ത് പെട്ടിയിലേക്ക് ആവശ്യമുള്ളതും അല്ലാത്തതുമായ സാധനങ്ങൾ വരിയായി കയറ്റി ഇനി അങ്ങോട്ടേക്ക് 2 ദിവസം അർമാദം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിൻസി ഫോട്ടോഗ്രാഫി ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൈക്കാവിലെ ഒരു Airbnb അക്കോമഡേഷനിലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പാർക്കിംഗ് സ്പോട്ട്. ഈ ഗ്യാരേജിനുള്ളിലാണ് നമ്മളെ കാറുള്ളത്. അപ്പോൾ കാർ ഓൾറെഡി ഞാൻ ഇതിൽ പാർക്ക് ചെയ്തത്. ഞാൻ ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു Airbnb സെറ്റപ്പ് ആയത് കാരണം നമുക്ക് അവർ കീ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കീ ഉണ്ട്. അപ്പോൾ ആ കീ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഇതിലിട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓൾറെഡി കാറ് പാർക്ക് ചെയ്ത് ഫാമിലി എല്ലാവരും ഉള്ളിൽ പോയി. ഇതാണ് ഇതിൻ്റെ ഉള്ളിലൊരു സെറ്റപ്പ്. ജസ്റ്റ് ഒരു ഗ്യാരേജ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇടയ്ക്ക് ഇതിൻ്റെ ഓണേഴ്സ് ഇവിടെ വന്നിട്ട് അവരെ ബോട്ടൊക്കെ റിപ്പയർ ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് തോന്നുന്നു. ഒരു സൈക്കിളൊക്കെ ഉണ്ട്. ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നമുക്ക് താഴോട്ടേക്ക് പെട്ടിയൊക്കെ എടുത്ത് നടന്നിട്ട് പോകണം. കാരണം ഇവിടുന്ന് നല്ലൊരു സ്റ്റീപ്പായ സ്റ്റെപ്പാണ്. അപ്പോൾ താഴെയാണ് നമ്മളെ വീട്. അപ്പോൾ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങിപ്പോവാണ്. കുറച്ച് സ്റ്റീപ്പാണ്, സ്റ്റെപ്പൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. ജീവനം നമ്മുടെ ഓൾറെഡി റൂമിൽ പോയി ബാഗ് എടുത്തിട്ട് വെച്ചിട്ട് വന്നതാണ്. സംഗതി പൊള്ളി സംഭവമാണ്. ഒരു ബാർബിക്യൂവിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു സീനിക് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇതാണ് നമ്മളുടെ ഹോം ടൂർ. അവിടെ ഓൾറെഡി നമ്മളെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ റൂമിന് എന്താ പേരൊന്നും തന്നെ അറിയില്ല. ഇന്നെന്താ പറയുക, ലിവിങ് റൂമോ ലൗഞ്ച് ഏരിയയാണ്. സംഭവം പുള്ളി വൈബാണ്. കുറച്ച് ടി വി ഒക്കെ കണ്ടിട്ട് ഇവിടെ ബിയറൊക്കെ അടിച്ചിട്ട് സെറ്റായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. പിന്നെ സോഷ്യൽ മൈക്രോവേവ് ആണ്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യാനുള്ള കുക്കിംഗ് റേഞ്ച്. പിന്നെ നമ്മുടെ പിന്നെ നല്ല അടിപൊളി വലിയ ഫ്രിഡ്ജുണ്ട്. പിന്നെ ഗിറ്റാർ വായിക്കാൻ അറിയാമെങ്കിൽ മുകളിൽ ഗിറ്റാർ വെച്ചിട്ടുണ്ട്. മേ ബി ഞാനൊരു ഫോട്ടോ ഒക്കെ എടുക്കുമായിരിക്കും. പിന്നെ ഡിഷ് വാഷറുണ്ട്. ഇത് ഫുള്ളി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള അടിപൊളി ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമിൽ ഇവിടെ നിന്നും മേ ബി നമുക്ക് ആ ഒരു വ്യൂ കിട്ടാം.
വാട്ടർഫോൾ ഇവിടെ കിടന്നുകൊണ്ട് നമുക്ക് വ്യൂ ആസ്വദിക്കാം. ഇതാണ് ടോയ്ലറ്റും പിന്നെ അതുപോലെ തന്നെ ഷവർ ഏരിയ, കിച്ചൺ ഏരിയ ആണ് ഇപ്പോൾ കാണിച്ചത്. പിന്നെ എനിക്ക് ഒരു ബെഡ്റൂം കൂടിയുണ്ട്. സേ ഹായ്, അവൻ്റെ ഹെയർ സെറ്റ് കൊടുക്കും. അപ്പോൾ പിന്നെ കിഡ്സിനൊക്കെ വേണ്ടിയിട്ട് ബങ്ക് ബെഡും ഉണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ വിൻഡോ ഇങ്ങോട്ട് നോക്കിയാൽ അടിപൊളിയാണ്. ബോട്ട് ഷെഡ് ഉണ്ട്, അതായത് നമുക്കൊരു കയാക്കും കൂടി ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, ഇതാണ് ബോട്ട് ഷെഡും അതുപോലെ തന്നെ ഇത് അത്യാവശ്യം ബിഗ് കയാക്കാണല്ലോ. ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ ടൈപ്പ് സാധനം തന്നെയാണ് തോന്നുന്നു. കുറച്ചായിട്ട് ഒന്ന് പുറത്തേക്ക് എടുക്കണം. നമ്മളങ്ങനെ ഒന്ന് കയാക്കിങ് ഒന്ന് ട്രൈ ചെയ്യാണ്. ഇത് നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഒരു ഐഡിയ ഇല്ല എങ്ങനെ ചെയ്യാം. ഗൈഡർ ഇതാ ഒന്നും കൂടി ഹായ് പറയും. നമ്മളങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ചും കൂടി വേവുള്ള സ്ഥലമായതുകൊണ്ട് നമുക്കും അറിയില്ല എങ്ങനെ പോകുന്നു. പിന്നെ എന്നാലും ലൈഫ് ജാക്കറ്റ് ഉള്ളത് കാരണം സേഫാണെന്ന് വിചാരിക്കുന്നത്. റിസോർട്ടിന് സൈഡിൽ തന്നെയുള്ളൊരു സംഭവമാണ്. ഇവിടെ ഒരു പിന്നെ ചെറിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്, എന്താണെന്ന് അറിയില്ല. ഒരു വീലൊക്കെ വെച്ചിട്ട്, പക്ഷേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കല്ലുമ്മക്കായുണ്ട്. അതാണ് നമ്മളെ കല്ലുമ്മക്ക ഉണ്ടോ ഫുള്ള്. പക്ഷെ വലുതായിട്ടൊന്നുമില്ല, പക്ഷെ ഇത് മൊത്തത്തിൽ കല്ലുമ്മക്കായുണ്ട്. രാത്രി ഇപ്പോൾ 9:30. ഇപ്പം ജീടനാണെങ്കിൽ ഉന കളിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പിലേക്ക് ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ രണ്ടാമത്തെ ദിവസം ഒന്നും കൂടി കയാക്കി കയറിയിരിക്കുകയാണ്. അടിപൊളി.
നമ്മൾ 2 ദിവസത്തെ സ്റ്റേ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ സ്ഥലത്തോട് ഗുഡ് ബൈ പറയും. നമ്മൾ ശരിക്കും ഈ ഇവിടുത്തെ കയാക്കിങ്ങും ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും മിസ് ചെയ്യുന്നതാണ്. മേ ബി നമുക്കൊരു കയാക്കിങ് ഉപയോഗിക്കുകയല്ല ചെയ്യും. അപ്പോൾ ശരി ഗൈസ്, ബൈ.